ഹലോ മക്കളെ, അരുണിമ മിസ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളോട് തുടക്കം മുതലേ തന്നെ മിസ് LSSനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. LSSന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നന്നായിട്ട് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സമയം ഏകദേശം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ പഠിക്കുന്ന സാധാരണ പാഠഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടെ LSSന് ഉണ്ടാവാറുണ്ട്. GK എന്ന് പറയുന്ന 10 മാർക്കിന്റെ ചോദ്യങ്ങളും LSS പരീക്ഷയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു GK എങ്ങനെ ക്രാക്ക് എന്നുള്ളതാണ് പല കുട്ടികളും നേരിടുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ GKയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഭൂരിഭാഗം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ GKയിലുള്ള 10 ചോദ്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GK തന്നെ നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാവുന്നതാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആനുകാലികങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്ന് കാണാറുണ്ട്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന പാഠഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. അതായത് നമ്മളിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുന്ന ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ അതിൻ്റെ കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആനുകാലികങ്ങളിൽ നിന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ വർഷം നിങ്ങൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ദാദാ സാഹിബ് പുരസ്കാരം കൊടുത്തിരിക്കുന്ന കാര്യം. നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ എന്ത് ചെയ്തിട്ടുണ്ട്? ദാദാ സാഹിബ് പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ചിലപ്പം ചോദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് ആർക്കാണ് 2023 ദാദാ സാഹിബ് പുരസ്കാരം ലഭിച്ചതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഉത്തരം മോഹൻലാലാണ്. അപ്പോൾ ചില ആളുകളെങ്കിലും 2025 പുരസ്കാരമാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. 2025 അല്ല, വർഷം 2023 വേണമെങ്കിൽ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാം. അതായത് ഇന്ത്യൻ ചലച്ചിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിക്കാം. ഉത്തരം എന്താണ്? ദാദാ സാഹിബ് ഫാൽക്കെയാണ്. ഈ ഒരു രീതിയിലൊക്കെ എന്ത് ചെയ്യും? ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചുകൂടെ? അതിന് വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ നമ്മുടെ സ്വന്തം പ്രാണ ബാച്ച് ഉള്ളത്. ആരെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഏറ്റവും സുവർണാവസരമാണിത്. നമ്മുടെ വിജയദശമി ഓഫേഴ്സൊക്കെ ഇപ്പോഴും ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക, നല്ല പോലെ തന്നെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.